നമസ്കാരം. മൂന്നാം വട്ടവും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ അവർക്കു തന്നെ മനസ്സിലായി അത് വെറും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമായിരുന്നുവെന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കമ്മ്യൂണിസത്തെ തന്നെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. UDF അധികാരത്തിലെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ആശങ്ക പൊതുസമൂഹത്തിനും പ്രവർത്തകർക്കുമുണ്ട്. ആ ആശങ്കയ്ക്ക് അടിസ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവായ VD സതീശൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നതാണ്. ആദ്യം തന്നെ പറയട്ടെ, VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിനേക്കാൾ നല്ലത് പിണറായി വിജയൻ ആ സ്ഥാനത്ത് തുടരുന്നതാണ്. കാരണം പ്രതിപക്ഷ നേതാവായിരിക്കാൻ പോലും താൻ യോഗ്യനല്ല എന്ന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞയാളാണ് VD സതീശൻ. സർക്കാരിനെതിരെ സമരങ്ങൾ നടത്താനോ സർക്കാരിൻ്റെ അഴിമതികൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനോ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാനോ ഒന്നും നാളിതുവരെയായി സതീശന് കഴിഞ്ഞിട്ടില്ല. മാധ്യമപ്രവർത്തകരോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനവും പെരുമാറ്റവും നമുക്കൊന്നെടുത്ത് പരിശോധിക്കാം. മുമ്പൊക്കെ തന്നെ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞാൽ മാധ്യമങ്ങളെ കാണുന്ന മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു ഇവിടെ. EK നയനാരും VS അച്യുതാനന്ദനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ മാധ്യമപ്രവർത്തകരെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളവരാണ്. EK നയനാരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള എത്രയോ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നർമ്മത്തോടെ മറുപടി പറയുകയും ചിരിച്ചു തള്ളി രംഗം തണുപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. VSനെ ആകട്ടെ പലപ്പോഴും ചോദ്യങ്ങൾ കൊണ്ട് വട്ടം കറക്കിയിട്ടുണ്ട് മാധ്യമപ്രവർത്തകർ. പക്ഷേ അദ്ദേഹം പ്രകോപിതനായിട്ടില്ല. നീട്ടിയും കുറുക്കിയും തനിക്ക് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. AK ആന്റണിയുമായി വാക്കുതർക്കത്തിലേർപ്പെട്ട മാധ്യമപ്രവർത്തകർ പോലുമുണ്ട്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാര്യം നമുക്കറിയാം. അദ്ദേഹം ഒരിക്കലും ആരോടും മുഖം കറുപ്പിച്ചിട്ടില്ല. സർക്കാരിൻ്റെ കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ചാലകമാണ് മാധ്യമങ്ങൾ. വേണമെങ്കിൽ ഇവർക്കൊക്കെ മാധ്യമപ്രവർത്തകരോട് ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ അവരൊന്നും അത്തരത്തിൽ മാധ്യമങ്ങളോട് പെരുമാറിയില്ല. അതിനൊരു മാറ്റം വന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ്. മാധ്യമപ്രവർത്തകർക്ക് സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ കടക്കാൻ കഴിയാത്ത തരത്തിലുള്ള പരിഷ്കാരങ്ങൾ പിണറായി വിജയൻ കൊണ്ടുവന്നു. മാത്രമല്ല, പിണറായിയുടെ പത്രസമ്മേളനത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ചോദ്യങ്ങൾ മുൻകൂട്ടി എഴുതി നൽകണം. വായിൽ തോന്നിയ ഒരു ഉത്തരം കിട്ടിയാൽ കിട്ടി, ഒന്നും തിരിച്ച് അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. കിട്ടുന്ന ഉത്തരങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കാൻ പാടില്ല. ചോദിക്കാനുള്ള ധൈര്യം ഇന്നത്തെ മാധ്യമപ്രവർത്തകർക്ക് ഇല്ലതാനും. അവർക്ക് ആകെ അറിയാവുന്നത് സുരേഷ് ഗോപിയെ ചൊറിയാനാണ്. പിണറായിയുടെ മുന്നിൽ മുട്ടടിച്ച് മൂത്രമൊഴിച്ച് നിൽക്കും നമ്മുടെ മാധ്യമപ്രവർത്തകർ. ഏതാണ്ട് ഇതേ അവസ്ഥയിലാണ് VD സതീശനും. മിക്കപ്പോഴും മാധ്യമപ്രവർത്തകരോട് പൊട്ടിത്തെറിക്കുകയും അസഹിഷ്ണുത കാണിക്കുകയും ചെയ്യുന്നയാളാണ് VD സതീശൻ. നയപരമായി അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയാറില്ല. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള K മുരളീധരൻ്റെ നീക്കവും KPCC പുനഃസംഘടനയിൽ അതൃപ്തിയുമായി ബന്ധപ്പെട്ട് ചോദ്യമുന്നയിച്ച മാധ്യമപ്രവർത്തകരോട് കയർക്കുകയായിരുന്നു VD സതീശൻ ചെയ്തത്. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇത്തരം ചോദ്യങ്ങളുമായി എന്നെ കാണാൻ വരണ്ട. നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായി കോൺഗ്രസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ഇല്ലാത്ത പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസിനകത്ത് എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. അത് എൻ്റെ അടുത്ത് വേണ്ട എന്നൊക്കെയാണ് അന്ന് സതീശൻ പറഞ്ഞത്. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ എത്രയോ സന്ദർഭങ്ങളിൽ സതീശൻ നിലവിട്ട് പെരുമാറിയിട്ടുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തലയോ? അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പലപ്പോഴും എന്നല്ല എപ്പോഴും സംസാരിച്ചിട്ടുള്ളത് സംയമനം പാലിച്ചിട്ട് തന്നെയാണ്. പറയാനുള്ളത് അളന്നു മുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകും. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ 2 ദിവസം മുൻപ് പറഞ്ഞത് മുഖ്യമന്ത്രിയാകാൻ യോഗ്യത രമേശ് ചെന്നിത്തലയെ പോലെ മറ്റാർക്കുമില്ല എന്നാണ്. ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, കഴിഞ്ഞ 9 കൊല്ലങ്ങളായി ഞാനും സുകുമാരൻ നായരും തമ്മിൽ അടുപ്പത്തിലല്ലല്ലോ, അന്നെന്തുകൊണ്ട് നിങ്ങളിത് ചോദിച്ചില്ല എന്നാണ്. എന്തിനാണ് സുകുമാരൻ നായരും ചെന്നിത്തലയുമായി അകന്നത്? ചെന്നിത്തലയെ മന്ത്രിയാക്കിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് അന്ന് സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പ്രതിനിധിയായി ഭരണത്തിൻ്റെ താക്കോൽ സ്ഥാനത്ത് ചെന്നിത്തല വരണമെന്നും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. അതിന് എന്തായിരുന്നു ചെന്നിത്തലയുടെ മറുപടി? വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുകയാണ് എൻ്റെ അജണ്ട. മറ്റൊരു അജണ്ടയും എനിക്കില്ല. മറ്റു വിവാദങ്ങൾക്കൊന്നും ഞാനില്ല. KPCC പ്രസിഡന്റ് എന്ന സ്ഥാനമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം ഭംഗിയായി നിർവഹിക്കും എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അന്ന് ഒരു വിവാദങ്ങൾക്കും ഇട നൽകാതെ ചെന്നിത്തല പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്. അധികാരമോഹിയായിരുന്നെങ്കിൽ ചെന്നിത്തലയ്ക്ക് സുകുമാരൻ നായരോട് ചേർന്നു നിന്നാൽ മാത്രം മതിയായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. സമുദായമല്ല, പാർട്ടിയാണ് എനിക്ക് വലുത്. അതായിരുന്നു ചെന്നിത്തലയുടെ നിലപാട്. പക്ഷേ അവിടെ നാണം കെട്ടത് സുകുമാരൻ നായരായിരുന്നു. അതിൻ്റെ പേരിലാണ് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി ഇവർ തമ്മിൽ അകന്നു നിന്നത്. അതാണ് ചെന്നിത്തല എന്ന കോൺഗ്രസ്സുകാരൻ്റെ നിലപാട്. മറ്റെന്തിനേക്കാളും വലുത് തൻ്റെ പാർട്ടിയാണെന്നുള്ള നിലപാട്. എന്തെല്ലാം കോലാഹലമുണ്ടാക്കിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ചെന്നിത്തലയെ സതീശൻ മാറ്റിയത്. VD സതീശൻ എന്നൊരു നേതാവിനെക്കുറിച്ച് പലരും കേൾക്കുന്നത് പോലും ആ സമയത്താണ്. പറവൂർ മണ്ഡലത്തിൽ നിന്ന് 4-5 തവണ ജയിച്ചു എന്നതൊക്കെ ശരി തന്നെയാണ് എന്ന് കരുതി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അറിയണമെന്നില്ലല്ലോ.
മണ്ഡലത്തിലുള്ളവർക്കറിയാം. ഇവിടെ 140 MLA-മാരുണ്ട്. കേരളത്തിലെ ഏതൊരാളോട് ചോദിച്ചാലും പരമാവധി ഒരു 25 പേരുടെ പേര് പറയും. അതിനപ്പുറം ആർക്കും അറിയില്ല. അങ്ങനെ ആരും അറിയാതെ കിടന്നിരുന്ന സതീശനാണ് അന്ന് കലാപമുണ്ടാക്കി ചെന്നിത്തലയെ മാറ്റി പ്രതിപക്ഷ നേതാവായതോടെ 4 പേർ അറിഞ്ഞത്. ഇനി സതീശനെ ചിലർ മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിക്കുന്നുണ്ട്. അത് പറഞ്ഞു പറയിപ്പിക്കുകയാണെന്ന് പറയുകയേയില്ല. സതീശൻ മുഖ്യമന്ത്രിയായാലും പ്രശ്നമുണ്ട്. മാധ്യമങ്ങളോട് നിരന്തരം മുടക്കും, പൊട്ടിത്തെറിക്കും. പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് കൂടി ഇതാണ് അവസ്ഥ. അപ്പോൾ മുഖ്യമന്ത്രിയായാലോ കുതിരയ്ക്ക് കൊമ്പ് കിട്ടിയതുപോലെയാകും. അതായത് പിണറായി വിജയൻ്റെ കാർബൺ കോപ്പിയാകും സതീശൻ എന്നർത്ഥം. മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ സതീശൻ മാധ്യമപ്രവർത്തകരോട് നിരന്തരം പോരടിക്കും. അത് വിവാദങ്ങളാകും. അത് സർക്കാരിന് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമുണ്ട്. പിണറായി വിജയൻ്റെ കീഴിൽ കഴിഞ്ഞ 9.5 കൊല്ലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത നരക യാതനകളാണ്. സതീശൻ മുഖ്യമന്ത്രിയായാലും അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുറപ്പാണ്. UDF അധികാരത്തിലെത്തും എന്നുറപ്പാണ്. കാരണം ഒരു സമുദായ നേതാവിൻ്റെയും വാക്കുകൾ കേട്ടല്ല കേരളത്തിലെ ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി പദത്തിലെത്തേണ്ടത് രമേശ് ചെന്നിത്തല തന്നെയാണ്. ഇതാണ് എൻ്റെ ഉത്തരം.